Hello guys, welcome back to our channel. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. Imposter drawing challenge. അതെ guys, നമ്മുടെ ആ ഒരു ഇമ്പോസ്റ്റർ സീരീസിൽ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതെ പടിക്കെട്ടിലേക്ക് നമ്മൾ ചവിട്ടി കയറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ചെയ്ത് നോക്കണം, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പോസ്റ്റർ ആയിട്ട് ഡ്രോയിങ് ചാലഞ്ച് ആണ് ഗൈസ്. ഇത് നിങ്ങൾ റീൽസിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് പറഞ്ഞു കൊടുക്കും, ഒഫീഷ്യൽ പറഞ്ഞു കൊടുക്കുന്ന ആൾ ശ്രീ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഇതേ ഒരുപാട് ലോട്ട്സ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ എന്താ ഉള്ളതെന്ന് വെച്ചാല് ഇതില് രണ്ട് സാധനങ്ങൾ, അതായത് ഈ 3 ലോട്ട്സ് ഇതൊന്നും എടുക്കുകയാണെങ്കിൽ 2 ഗ്രൂപ്പേറ്റിനും 1 ഇമ്പോസ്റ്ററിനും ഉള്ളതാണ്. അതായത് ഈ 2 എണ്ണത്തില് എന്താണ് സാധനം എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ഇതിലൊന്ന് ഇമ്പോസ്റ്റർ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ കാർ ആണെന്ന് വിചാരിക്കാം, 2 കാറും 1 ഇമ്പോസ്റ്ററും. അപ്പൊ ഈ കാറാണ് നമ്മൾ ഈ ഒരു ബോർഡിൽ വരയ്ക്കേണ്ടത്. കാറിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ വരയ്ക്കേണ്ടത്. ഞാൻ ഈ കാറിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ഒരു വട്ടം വരയ്ക്കും. ഇവര് 2 ആളാണ് ക്രൂമേറ്റ് എന്ന് വിചാരിച്ചോ, ഞാൻ ഇമ്പോസ്റ്റർ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ക്രൂമേറ്റ്സ് എന്താ ചെയ്യാന്ന് വെച്ചാല് ഇതിൽ കാറിന്റെ ഓരോരോ ഭാഗങ്ങൾ വരയ്ക്കാൻ തുടങ്ങും. ഇപ്പൊ ശ്രീ ഒരു വട്ടം വരച്ചു കാറിന്റെ ടയർ പോലെ. അപ്പൊ ഇമ്പോസ്റ്റർ ആയിട്ടുള്ള എനിക്കിത് മനസ്സിലാവില്ല എന്താ വരയ്ക്കുന്നത്. യാതൊരു ബന്ധമില്ലാത്ത സാധനം എനിക്ക് ചിലപ്പോൾ ഇവള് വരയ്ക്കുണ്ടാവും. 5 ക്രൂമേറ്റ് ആയതുകൊണ്ട് 5 അറിയാം കാറാണെന്നല്ല. അപ്പൊ ഞാൻ ചിലപ്പോ ആ കാറിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു വട്ടം വരും. അതെ, അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും പിടിക്കപ്പെടാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ ഇമ്പോസ്റ്റർ ചെയ്യേണ്ടത്. ഇമ്പോസ്റ്റർ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾ കണ്ടുപിടിച്ച് അത് ഇമ്പോസ്റ്റർ ആണെന്ന് കണ്ടുപിടിക്കലാണ് ക്രൂമേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ ചാലഞ്ച്. നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ റീൽസിലും ഷോർട്സിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടിട്ട് പഠിച്ചോളൂ. എല്ലാവർക്കും കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇത് കളിക്കാം. നല്ല രസമുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, ഇതൊക്കെ കാക്ക എന്തൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഗൈസ്, എന്താന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഒരു ലോട്ട് സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്യാം അല്ലേ? മഞ്ഞെടുത്തോളൂ. ഞാൻ എടുത്തു പോയി, ഇനി മഞ്ഞ എടുക്കാം. ഓക്കെ ഇവിടെ നമ്മളെ ക്യാൻവാസ് 3 എണ്ണം മാത്രമായോണ്ട് പേടിയാവുന്നു. ഓക്കെ ആരാ തുടങ്ങണേ? ലോട്ടിട്ടത് 5, അപ്പൊ 5 തുടങ്ങണം. ഇപ്പൊ തുടങ്ങാം. തുടക്കത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വട്ടാണല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ ഗൈസ്. നമ്മൾ ട്രിക്കി ആയിരിക്കണം ഗൈസ്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് മനസ്സിലാവാനും പാടില്ല. അതാണ് നമ്മളുടെ ബുദ്ധി. ഇമ്പോസ്റ്റർ നമ്മളിങ്ങനെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇമ്പോസ്റ്റർക്ക് മനസ്സിലാവരുത്, അതുകൊണ്ട് ഞാൻ വളരെ ട്രിക്കി ആയിട്ടൊരു ലൈനാണ് ഇട്ട് വെച്ചത്. ബുദ്ധിപരമായിട്ട് നമ്മൾ കളിക്കണം. അതെ, എന്ത് പതറുന്നുണ്ടോ? ഇതിപ്പോ എല്ലാം കൂടി എന്നാ കിട്ടതോ? ഇത് ഇമ്പോസ്റ്റർക്ക് വല്ല മറ്റേ എന്താ പറയാ ഭൂമി വളർന്ന് താഴെ പോയാലോ എന്ന് വരും തോന്നുന്നുണ്ടാവും. ഞങ്ങള് 3 തരത്തിലുള്ള സ്കെച്ച് എടുത്തതിൽ ഓരോരുത്തരും എന്ന് വിഡിത്തരങ്ങ അവരവർക്ക് ബോധം വരാൻ വേണ്ടി. ഞാൻ റെഡ് ആണ് എടുത്തിട്ടുള്ളത്. അല്ല, എന്താ ഇത് ചെയ്തത്? ഞാൻ വരട്ടോ, ഞാൻ കൊറേ വരയ്ക്കാൻ പറ്റുമോ? ഞാൻ വേണ്ട ചിത്രം മൊത്തം വരയ്ക്കാം. വേണ്ട ഹിന്റ് മതി. ഞാൻ വേണമെങ്കിൽ ഇതൂടെ കളറ് കുറവാണ് ഗൈസ്. മതി. ഇതിപ്പോ എത്ര റൗണ്ടായി? ഇതോടെ കഴിഞ്ഞാൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? കഴിഞ്ഞോ? അങ്ങനെ നമ്മള് ഏകദേശം പിക്ചർ ഇവിടെ വരച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളെ പിക്ചർ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം ഇത് എന്താ സംഭവം. പക്ഷെ ഞാൻ ഇവിടെ വേറൊരു സാധനമായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ മറ്റേ ആള് ഉദ്ദേശിച്ചത് ആ സാധനം അല്ല. ഞാനത് വരച്ചു വരുമ്പോ ഞാൻ വിചാരിച്ചു അതായിരിക്കുന്നു, പക്ഷെ അതല്ല ഒരു വരച്ചത്. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ റെഡി? 3. അല്ല, ആലോചിക്കട്ടെ. ആലോചിക്കണല്ലോ.
ശ്രീക്ക് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് ഡൗട്ട് ഒന്നും ഇല്ല. അഞ്ചിക്കുണ്ടോ ഡൗട്ട്? ഞാൻ റെഡി. ഓക്കെ റെഡി. അപ്പൊ നമുക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. 3 2 1 ഗോ. ഉറപ്പിച്ചോ? ഉറപ്പാ? ഞാൻ ക്രൂമേറ്റാ. അല്ല അല്ല. അല്ല ഞാൻ വിചാരിച്ചു ഇനി ഭഗവാൻ ഇപ്പൊ എടീ, ഇത് ഇവിടെ പോയിന്നറിയോ? ദാ, ഈ സാധനം ഇവിടെ പോയി. ഞാൻ വിചാരിച്ചത് ഇത് കാറാണ്, ബീച്ചാണിത്, ബീച്ച്. ബീച്ചിൽ ഫസ്റ്റ് സൂര്യന് ഞാൻ പറയട്ടെ, വേവ് വരച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സൂര്യന് വട്ടം വരച്ചു. പിന്നെ ശ്രീക്ക് കിട്ടിയപ്പോ ശ്രീ അതിന്റെ ഒരു റേ ഇങ്ങനെ വരച്ചു. സ്വാമി കയ്യിൽ പോയി. അതെന്താ സംഭവം അറിയോ? ഞാൻ ഈ വട്ടം വരച്ചില്ലേ, ഈ വട്ടം വരച്ച സമയത്ത് എനിക്ക് എന്തോ ഞാൻ ജനിബസായി ആടോ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം കാറിന്റെ അല്ല പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് വട്ടം വരച്ചപ്പോ ടയർ, പിന്നെ ഏതെങ്കിലും വാഹനാണെന്നുണ്ടെങ്കിൽ വീല് പോലെ ഇങ്ങനെ വര വരയ്ക്കുന്നില്ല. പക്ഷെ ഞാൻ പിടിച്ചു. എനിക്ക് ആ വര വേവ്സ് വന്നപ്പോ മനസ്സിലായി. അപ്പൊ ഞാൻ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ തെങ്ങ് വരച്ച്. അപ്പൊ നമുക്ക് ഒഫീഷ്യലായി നമ്മളെ ചടങ്ങിലേക്ക് കിടക്കാം. ഇതൊന്നും വരുന്നില്ല അഞ്ചി. വരുന്നില്ലേ? എന്താ ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഞാൻ ഇമ്പോസ്റ്റർ അത് എക്സാമ്പിൾ പറഞ്ഞപ്പോഴേക്കും തോന്നിക്കും അപ്പൊ ഏകദേശം ഫസ്റ്റ് റൗണ്ട് തീരുമാനമായി. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഇനി കഴിച്ച് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭാഗ്യം ഉണ്ടാവുള്ളൂ. ഞാൻ മഞ്ഞല്ലേ അന്ന് പറഞ്ഞു. പക്ഷെ ഈ മൂന്നാള് മാത്രമായോണ്ട് എന്താ പറയാ, വേഗം ഇമ്പോസ്റ്റർ ആ ഒരു പേടി. എനിക്ക് ഇമ്പോസ്റ്റർ കിട്ടുന്നൊക്കെ ഒരു ഫീൽ കിട്ടുക. അപ്പൊ നമുക്ക് ലോട്ടിടാം. ഞാൻ അടുത്ത് ശ്രീ. ഓക്കെ 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 ഗൈസ് റെഡി. ഷാമിയ തുടങ്ങട്ടെ. ഗൈസ് ഞാനിവിടെ ഒരു റെഡ് വര ഇട്ട് വെച്ചിരുന്നു. വല്ലാത്തൊരു വര. വളരെ ക്രൂഷ്യൽ അതെ, ആയിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് ഗൈസ് നമ്മൾ കടന്നു പോകുന്നത്. ഇല്ലാത്തവർ എന്ത് ചെയ്യും എന്നാണ് എന്റെ സംശയം. വരയ്ക്കൂ. വളരെ ബുദ്ധിപരമായിട്ട് ഉള്ള ഒരു നീങ്ങണ്ട ഒരു റൗണ്ടാണ് ഗൈസ് ഇത്. നീക്കം വളരെ മുഖ്യമാണ് ഇതില്. എന്താണ് വര? നേരെ ഉദ്ദേശിച്ചതാ? നേരെയാണോ ചിരിച്ചിട്ടാണോ? എങ്ങനെ ഉദ്ദേശിച്ചേ? നേരെ അല്ല, ഞാൻ ചിരിച്ചു വരച്ച തന്നെയാ. തിരിച്ചു വരച്ചതാ അല്ലേ? ഓക്കെ, ഇതെനിക്ക് മനസ്സിലാത്തത് ഇത് ഒന്നുമില്ല ഗൈസ്. ഇനി അത് പറഞ്ഞിട്ട് വേറൊന്നും ആവണ്ട. അതെ, ഇതിന് ഫുള്ള് കള്ള ലക്ഷണം ഒന്നും മനസ്സിലാവില്ല. എല്ലായ്പ്പോഴും ഒരേ ലക്ഷണം. ഷാമിക ഇങ്ങനെ തലങ്ങനെ പെരുക്കുന്നുണ്ട്. ഞാൻ ഈ വര ഞാനിങ്ങനെ നീട്ടി വരച്ചതാണ് കേട്ടോ. ഓക്കെ, സാരത്തിന്റെ പേര് കൂടി ഞാൻ ഇത് കഴിഞ്ഞു ഗൈസ്. ഇതിപ്പോ കൊറേ റൗണ്ടായില്ലേ? ഇനി വോട്ട് ചെയ്യാം. ഒരു മിനിറ്റ് കൺഫ്യൂഷൻ ആണ് ഗൈസ്. കുറച്ച് സമയം വേണം ആലോചിക്കാൻ. വോട്ട് ചെയ്യാം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ് ഇത്. ഇമ്പോസ്റ്റർക്ക് ഫസ്റ്റ് മനസ്സിലായി എന്താ
എന്താണ് സാധനം എന്നുള്ളത് കേട്ടോ. അപ്പൊ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഗൈസ് ഇതില്, അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ റെഡി? 3, 2, 1 ഗോ. 2 വോട്ട് ശ്രീക്ക്, 1 വോട്ട് എനിക്ക്. അല്ലേ ഞാനല്ല. കണ്ടോ? ഇവിടെ ഈ വരച്ച മൊമെന്റിൽ ഞാൻ ഓ പിടിച്ചിട്ടുണ്ട്. ആ അങ്ങനെ പിടിക്കുക കാര്യം കപ്പിന്റെ ഹാൻഡിൽ പോലെ അല്ല, നമ്മള് കപ്പ് വരയ്ക്കുന്നത് അങ്ങനെയല്ല. അതെനിക്കറിയാം. ഇനി നമ്മൾ ഏകദേശം വരയ്ക്കുന്ന ഒരു ബേസിൽ ഞങ്ങളൊക്കെ വരയ്ക്കുന്ന രീതി കുറെ കാലമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഈ മൊമെന്റിലേക്ക് മനസ്സിലായിട്ടില്ല ചെയ്യാണ് എന്നുള്ളത്. ഞാനൊരു സത്യം പറയട്ടെ, ഈ വരച്ചപ്പോഴാണ് 5 ഇമ്പോസ്റ്റർ അല്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഫസ്റ്റ് വരെ അതാണ്. ഇത് കണ്ട ഗൈസ്, ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഷാമി ഇങ്ങനെ ഒരു സാധനം ഇടുന്നു. അത് കഴിഞ്ഞപ്പോ ശ്രീ അതിന്റെ ഈ വരട്ടെ ട്രിക്കി ആയിരുന്നു. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്ത് ചെയ്യണം. ഞാൻ വെറുതെ ഇതില് ഞാൻ ഇവിടെ ഒരു സാധനം ഇടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച മഗ് പിടിക്കുന്ന ആ ഒരു സ്ഥലല്ലേ, അത് വിചാരിച്ചിട്ടാണ് 5 അത് വരച്ചത്. ശ്രീന്റെ മുഖത്തുള്ള ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് വരച്ച് ഈ പച്ച വരച്ച് ഇതും വരച്ച് ഇവിടെ വരയ്ക്കുന്ന സമയം വരെ എനിക്കിത് എന്താന്ന് ഒരു ധാരണ പോലും ഇല്ല. ഞാൻ വെറുതെ കണക്ഷൻ വെറുതെ ഓരോന്ന് വരച്ചിട്ടെന്ന് മാത്രം കൊണ്ടുപോകും. ഞാനും എടുക്കണോ? ഞാൻ കറക്റ്റ് അല്ലേ? ഈ റൗണ്ട് പാളിപ്പോയി ഗൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. എന്തോ മറ്റേ ചക്ക വീണ മുതലെത്തുന്നുള്ള അവസ്ഥയിൽ ഈ കാരണമാണ് ഇപ്പൊ തെറ്റിച്ചത്. സോറി. ഞാനല്ലേ? ശ്രീ എടുത്തോ. ഞാനിതെടുത്തു. പേടിയാണ് ഗൈസ്, ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നൊരു സംശയം. ഇത് അതെടുത്തോ? ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഇനി അടുത്ത ശ്രീ. ഞാനേ തുടങ്ങണ്ടേ അല്ലേ? എടുത്ത ശ്രീയാണ്. അപ്പൊ എടുത്ത് ആളെന്നെ തുടങ്ങണം. പറഞ്ഞതാ. ഇതിന് വേറെ പ്രശ്നം, സല്ല് വരാൻ ചോദിച്ചാൽ വരയ്ക്കാതെ കഴിവില്ല ഓൻ പറയുന്നത്. അതുകൊണ്ടാണ് ഓൻ വരാൻ. അടുത്ത വളരെ കട്ടിയുള്ള ഒരു വട്ടം വരച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെയാണല്ലേ? എന്താ അങ്ങനെ വരയ്ക്കാം? വരയ്ക്കാം. കിട്ടിയ സാധനം വെച്ചിട്ടാണ് അങ്ങനെ വരയ്ക്കാം. ഡിഫക്റ്റ് ഉള്ള എന്തോ ആണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സൂപ്പർ. കളർ ചെയ്യാൻ പോയിരിക്കില്ല ഇനി അത്? ഞാനങ്ങനെ പലതും ചെയ്യും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എന്താണ്? എന്താ എന്തെങ്കിലും പറഞ്ഞു? അപ്പൊ വരക്കില്ലേ? വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? ഇതാണിപ്പോ നമ്മള് വരച്ച പിക്ചർ ഗൈസ്. പിക്ചർ കാണാനൊക്കെ നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള പിക്ചർ. നല്ല ഭംഗിയുള്ള പിക്ചർ ആണ്. അപ്പൊ നമുക്ക് ക്രൂമേറ്റ് അല്ല സോറി ഇമ്പോസ്റ്ററിനെ തെരഞ്ഞെടുക്കാം. അത് ഇങ്ങനെ പഠിച്ചു വെക്കാൻ തോന്നുന്നു. ഞാനാണ് അല്ലേ? എവിടെ പോയി അതാ ഇവിടെ പോയി ഇരട്ട പറ്റതായിരിക്കും അല്ലേ? റാബിറ്റ് രണ്ട് റാബിറ്റ് നമുക്ക് വരഞ്ഞാതിരുന്ന് നല്ല റാബിറ്റിന്റെ മറ്റേ ക്യാരറ്റ് ഇട്ട് വെക്കുന്ന പാത്രം. അതെ. ഓ
അത് ശരി. അത് അതിൽ എഴുതിണ്ടോ? ഇല്ലോ. പക്ഷെ റാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല, അതുകൊണ്ട് വരച്ചതാണ്. എന്റെ തലേന്ന് ഇതല്ലാതെ വേറെ എന്തെങ്കിലും വരുമോന്ന് അറിയാൻ വേണ്ടി അപ്പോഴും ഈ വരച്ചില്ല. അതും ഞങ്ങളൊരു ടെസ്റ്റിംഗ് ആയിരുന്നു. ക്രൂമേറ്റ് അങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു. അത് ഞാൻ ആ വരട്ടപ്പോ മനസ്സിലായി, അത് ആ പാത്രമാണ് ഓള് ഉദ്ദേശിച്ചത്. അതെ. അങ്ങനെ ഈ ഗെയിമിൽ അല്ലട്ടോ, ഇവര് വേറെ കണക്ഷൻ ഒക്കെ കൊടുത്തു. ഇതിലൊന്നും ഇല്ല. അത് എടുത്തോളൂ. ഓക്കെ. ഇതുവരെ ഉള്ളിൽ കൂടെ കണക്ഷൻ ഒക്കെ പോട്ടെ. ഇതൊന്നും ശരിയാവില്ല ഗൈസ്. ഇതില്ലേ ഈ രണ്ട് വട്ടപ്പോ ഞാൻ വെച്ചു ഇനിയിപ്പോ വല്ല പച്ചക്കറി വരയ്ക്കാണ് വെച്ചിട്ട് പള്ളികളൊക്കെ വരുമല്ലോ, അപ്പൊ ഞാൻ ഒരു പച്ചക്കറി പോലെ ഇവിടെ വരച്ചേ. അത് കഴിഞ്ഞ് തന്നെ പോയി. അല്ല, അത് കഴിഞ്ഞിട്ട് ഇത് വരച്ചല്ലോ. ഇത് വരച്ചപ്പോ എനിക്ക് തോന്നി ഇതിന്റെ ഒരു ചെവിയത് അങ്ങനെ കണക്ട് ചെയ്ത് എനിക്ക് തോന്നിയത് റാബിറ്റ്. ബാക്കി ഇതിന്റെ അപ്പുറത്തോട്ട് ഷാമി മൊത്തം തകർത്തിരുന്നു. പിന്നെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഇത് ചെവി വരച്ചതിന് ശേഷം ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത റൗണ്ടിൽ പോയാലോ? 5 എടുക്കണ്ടേ? 5. ഓക്കെ, ഈ രണ്ട് കളർ വേണ്ട, അത് ശരിയാവില്ല. വേറെ മാർക്ക് എടുക്കുക. ഞാൻ എടുത്തിട്ടോ ലോട്ട്. ഓക്കെ, അടക്കെ. ഓക്കെ, തുടങ്ങിക്കോ. ഇവിടെ സൈഡിൽ തന്നെ വരച്ചോ. ശരിക്കും തെറ്റി. ഓ അങ്ങനെ. ഓ അത് ശരി. ഞാനാ സോറി. കിട്ടുന്നില്ലേ? ആരായാലും വേണ്ടില്ല, ഞാൻ ചെയ്തത് വലിയൊരു ബാധകമാണ്. അനക്ക് തോന്നുന്നു അതേ ഡൗട്ട് തന്നെയാണ് പലർക്കും തോന്നുന്നത്. അതെ, നിങ്ങളെ രണ്ടാളും സ്കെച്ചിന് വരെ കളറാണ്. ഏകദേശം. ഇത് ബ്ലൂ, ഇത് വയലറ്റ്. ഇവിടെ വരെ. കട്ടി കുറച്ച് കൂടി പോയി. ഓക്കെ, ഞാനല്ലേ? ഇത് ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെടും ഗൈസ്, പാടുപെടും. ഞാൻ വരച്ച് ഓളല്ലേ വരയ്ക്കണ്ടേ? അല്ല, ആരെങ്കിലും വരച്ചത് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ. വളരെ ടാക്ടിക്കൽ ആയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. നമ്മളാന്ന് തോന്നാൻ പാടില്ല, അവരാണെന്ന് തോന്നാൻ പാടില്ല. പക്ഷെ ആരൊക്കെയോ എന്തൊക്കെയോ ആണ്, എന്തൊക്കെയോ എവിടേക്കോ ആണ്. അത് എനിക്കും തോന്നുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെയോ ആണിപ്പോ. ഇത് എത്ര നേരം നീണ്ടു പോകുന്ന യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇതിപ്പോ വരയ്ക്കാൻ അറിയാത്ത പ്രശ്നമാണോ? അത് പിന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അറിയാൻ ചോദിക്കാം ഞാൻ. അതെങ്ങനെയുണ്ട്? ഫ്രഷ് വേണ്ടായിരുന്നു. നീട്ടി വരാം, ഇവിടെ വരെ വരട്ടെ. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. കൂടി പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ഒന്നും അല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താ അതിനി അവിടെ വരെ അതങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അത് കട്ടിയിൽ വന്നത് വേറെ എന്തോ മനസ്സിലായില്ല. ഓക്കെ, ഇനി ഞാനല്ല. ഇതുപോലത്തെ ഉള്ള ഒരു സാധന അതിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ ഇടാൻ എന്നോട് ആര് പറഞ്ഞു? എയർപ്ലെയിൻ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാം. ഇങ്ങനെയാണോ അതിന്റെ വിൻഷീൽഡ് പോലത്തെ സാധനം വരിക? ഞാൻ എന്താ സംഭവം അറിയോ? ഞാൻ ഇവിടെയാണ് എയറോപ്ലെയിൻ വരയ്ക്കുന്നത്. ആ എയറോപ്ലെയിൻ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ എയറോപ്ലെയിൻ വരച്ചത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാ.
അതായത് ഷാമി 5 എയർപ്ലെയിൻ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് 5 വെച്ച് ഏതാ? ഇത്. ഇതെന്താണ്? ഇത് ഞാനാണ് വരച്ചത്. അതെനിക്ക് മനസ്സിലായി. ഇതെന്താ സംഭവിച്ചേ? വിൻഷീൽഡിന്റെ മറ്റേ സാധനം കാറ്റ് പോകും. മറ്റേ ഇങ്ങനെ ഒരു ചിറകില്ലേ? അവിടെ നിന്നാണോ തുടങ്ങിയത്? ഞാൻ ഈ സാധനം ഞാൻ എന്താ വിചാരിക്കുന്നറിയോ? ഞാൻ ഈ സാധനം വരച്ച എന്റെ ക്രൂമേറ്റിന് മനസ്സിലാവുമല്ലോ ഞാൻ എയറോപ്ലെയിന്റെ മോൾ ഭാഗം വരച്ച. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇമ്പോസ്റ്റർക്ക് പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാനാണ് ഞാൻ ഈ വരയിൽ തുടങ്ങിയത്. എന്റെ ക്രൂമേറ്റിന് അങ്ങനെ ചെയ്യണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും രണ്ടെണ്ണം കൂടെ ഉള്ള ഒരു കൊളാബറേഷനിൽ ഞാൻ എന്തായാലും കാരണം കൊളായി ഞാൻ കണ്ടുപിടിച്ചിരുന്നു. ഞാൻ ഉദ്ദേശിച്ച എയറോപ്ലെയിൻ ഞാൻ കാണിച്ചു തരാം. ഈ വര ഇട്ടില്ലേ ഞാന്, ഈ വര ഇട്ടപ്പോ ഞാൻ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നമ്മള് വിചാരിക്കുന്നത് ഞാൻ ഒരു ഇങ്ങനെ വല്ല രീതിയിൽ അതെ ഞാൻ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇതാണ് അല്ല അങ്ങനത്തെ ഒരു ജനലുകളുള്ള മീനോ പോയാട്ടോടത് അങ്ങനത്തെ ഒരു എയറോപ്ലെയിൻ അത്ര ഞാൻ ഉദ്ദേശിച്ചു. ഇപ്പൊ ഈ സാധനം വെച്ചില്ലേ, ഈ സാധനമാണ് ഈ സാധനം. ഓ അതിനിപ്പോ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിപ്പോ എന്ത് ചെയ്യും? അങ്ങനെയാണോ കറക്റ്റ്? അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഈ വ്യക്തിയുടെ വര വരച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സാധനം ആവുമായിരുന്നു. ഓ അതേനല്ലേ ഉദ്ദേശിച്ചത്? അതെ ഞാനും എന്തായാലും കൊളായി കൊളായി. Okay, ready അല്ലേ? ഞാൻ വെച്ച മീൻ എങ്ങനെയുണ്ട്? രണ്ടെണ്ണോ? നമ്മ പെട്ടെന്ന് പണി ചെയ്യും. കഴിഞ്ഞ രണ്ടെണ്ണം വെച്ച് ഒന്നിച്ചു ഇമ്പോസ്റ്റർ ജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ guys. അതെ. അങ്ങനെ വളരെ അനുവദിച്ചൂടെ ഇമ്പോസ്റ്ററിനെ? ഓക്കെ ഞങ്ങൾ രണ്ടുപേരും സ്കെച്ച് ഒരേ കളർ. എനിക്ക് ആ റെഡ് തന്നിട്ട് ഇത് ശരിയാവില്ല. എനിക്ക് റെഡ്. നീ ഷാമി എടുത്തോ. ഓക്കെ റെഡി? ഞാനിത് എടുത്തു. കഴിഞ്ഞോ? ആ പരതി കഴിഞ്ഞോ? ഇപ്രാവശ്യം ഇമ്പോസ്റ്ററിന് വെറുതെ വിടാൻ പോകുന്നില്ല. അതെ അങ്ങനെ ഇമ്പോസ്റ്റർ ജയിക്കണ്ട. പോസ്റ്റർ മാത്രം ആളാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ ഇത്രയും ഞാൻ ഇടും. റൂംമേറ്റിനെ മനസ്സിലാവണോ അത്രയ്ക്ക് പറയാനുള്ളൂ. അല്ലേ മനസ്സിലാവണ്ട. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അടുത്ത റൗണ്ട് വന്നിരിക്കുകയാണ്. അതെ പോകെ പോകെ ഞങ്ങൾ ഇതിനോട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു അല്ലേ? ക്രൂമേറ്റ് എന്നോട് ക്ഷമിക്കൂ. എല്ലാരും റൂംമേറ്റ് അപ്പൊ കുറെ നേരം എല്ലാം നോക്കി വെക്കാൻ തുടങ്ങിയിട്ട് വരട്ട് കളിക്കാല്ലോ. ഞാൻ വേറെ ടാക്ടിക്സ് മാറ്റി പിടിക്കാണ് ഗൈസ്. ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അവിടെ. മനസ്സിലാക്കാൻ ഇല്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ല. മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇവിടെ വരാം. ശ്രീനേരി ഇവിടെ. ഇത് എത്ര വരെ പോകും നോക്കണം. ഈ റൗണ്ട് എവിടെ വരെ എത്തും? ഞങ്ങളൊന്നും ഈ വെറുതെ വിട്ടു റൗണ്ട് തരാം. ഞങ്ങൾ അങ്ങനെ പോവും. അനക്കില്ലേ? ഓ വേണ്ട മനസ്സിലാവൂലേ? ഞാൻ വേറൊരു ടാക്ടിക്സ് പ്രയോഗിക്കും. വേഗം ആവട്ടെ. ഈ റൗണ്ട് ഭയങ്കര ടഫായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മാത്രമുള്ളൂടെ ഞാൻ അതിട്ട് 5 ചെയ്തിട്ട് ശ്രീത് അവിടെ ഇട്ട്. ഞാൻ അങ്ങനത്തെ സാധനം എഴുതിയിട്ടില്ല കേട്ടോ. അതൊക്കെ അവസാനം ആവുമ്പോഴത്തേക്ക് നീ എഴുതിയിട്ട സാധനത്തിലേക്ക് വരും. അതെ അതെ ചിലപ്പോ അണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സംഭവം സാധനമുള്ളതല്ലേ. മരിക്കൂ പോട്ടെ വരട്ടെ. എന്ത് ഞാൻ വരുന്നല്ലേ? റെഡ് ശ്രീനാണല്ലോ. നിങ്ങൾ കൂടുതലായി എല്ലാം ചിന്തിക്കണ്ടെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് വോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ റെഡി 3 2 1 ഗോ. എല്ലാത്തിനും എന്റെ തലയിൽ കൊണ്ടിടേ. കഴിഞ്ഞ റൗണ്ടിലത് തീർക്കാനെനിക്ക് വരണ്ടല്ലേ ഇവിടെ ആ മരത്തിന്റെ ഇവിടെ ഷാമി വരച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു അതിനോട് ചേർന്ന് വരച്ചു. ഇപ്പുറത്ത് വേറൊരു സാധനം. അതില്ലേ എനിക്ക് ഡൗട്ട് വെച്ച എന്താ അറിയോ?
ഈ വര ഇങ്ങനെ ഇട്ടപ്പോ മരത്തിന് ഒരിക്കലും ഇങ്ങനെ വരയ്ക്കുമല്ലോ ശ്രീ. അതാ ഞാൻ ആലോചിക്കുന്നത്. ഇത് ഫസ്റ്റ് ഈ വര ഇട്ടപ്പോ ഞങ്ങൾക്ക് തോന്നി ഇനി പെല എങ്ങാനും വീണ് കിടക്കുന്ന പോലെ വരച്ചതാണോ അങ്ങനെയൊക്കെ ആണല്ലോ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഓളാണ് ഓക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. എനിക്കിത് കണ്ടിട്ട് മൂങ്ങയായിട്ട് തോന്നിയത്. അപ്പൊ ഞാൻ മൂങ്ങയുടെ കാലൊക്കെ വരച്ച്. പക്ഷെ എന്തായാലും ഇപ്രാവശ്യം ഇമ്പോസ്റ്റർ നമ്മൾ പിടിച്ചിരിക്കുകയാണ്. അടുത്ത ഞാനല്ലേ? കുറച്ചുകൂടി ഇത് എടുക്ക്. ഇത് ഇതെന്താ ഇതില് 3 ഉണ്ട്. ഇത് 1. അതേതോ പൊലിഞ്ഞു പോയതാണ്. ഇതൊക്കെ ഓക്കെയാണ്. ഇത് രണ്ടെണ്ണോ? അപ്പൊ അതന്നെ ഇരിക്കും അത്. അതെന്തെങ്കിലും ആവട്ടെ, അത് ഇതെടുക്ക്. കയ്യിലുള്ള കൂടെ ഓക്കെ ഗൈസ്, ഓക്കെ ഞാനൊരു തുറന്നില്ല. ഓക്കെ, സമയം എടുക്കും. ചിലർ അങ്ങനെ ആണ്. വളരെ നമ്മൾ ടാക്ടിക്കൽ ആയിരിക്കണം. ക്രൂഷ്യൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇത് പണിപ്പാളും പണി പാളി. പല പല ആംഗിൾ നോക്കുമ്പോൾ പല പക്ഷെ അറിയുന്നവർക്ക് അറിയാം അതെന്താണ്. അതെ, പക്ഷെ അറിയാത്തവർക്ക് അറിയില്ല അതെന്താണ്. ഒരു കളിക്കണോ ഇവിടെ? വരെ ഇടുന്നു. ഞാനും വരട്ടു. ഞാനും വരടും. അങ്ങനെ നോക്കുമ്പോ അത് അങ്ങനെ നോക്കുമ്പോ ഇത് എത്ര റൗണ്ടായി സലു? പറയാറുണ്ടായി. അതിബുദ്ധി നാശത്തിലേക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൗണ്ട് ആണ്. ഇത് ഇമ്പോസ്റ്റർക്ക് കാര്യം പിടികിട്ടി. തുടക്കത്തിലെ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് 4 റൗണ്ട്സ് നമ്മള് പോയി. ഇതിൽ 4 റൗണ്ട്സ് 4 റൗണ്ട്സ് നമ്മള് പോയി. സംഭവം എന്താ, ഒറ്റ മിസ്റ്റേക്ക് വരെ പറ്റിയിട്ടില്ല. ഓക്കെ, 3, 2, 1 പേടിയാവുന്നുണ്ട്. ശ്രീ അല്ലേ? ഷാമി ആയിരിക്കും കാണിച്ചേ. ഞാൻ ശ്രീ. ഞാനും ശ്രീ. 5 ആണ്. എനിക്കാണ് ഇമ്പോസ്റ്റർ കിട്ടിയത്. കാറാണോ കിട്ടിയത്? കാറാണ് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇവിടെ ഒരു വട്ടട്ടപ്പോ ഞാൻ വെറുതെ ഒരു അഹങ്കാരത്തിൽ കയറി പുറത്തൊരു വട്ടട്ടത്, അത് ക്ലിക്കായി. ഒന്നെങ്കിൽ ആ തുടക്കം പാളിപ്പോയെന്ന് പോയത്. ഞാൻ വെറുതെ വന്നിട്ട് അഥവാ കിട്ടും അല്ലെങ്കിൽ പൊട്ടുന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ അതിന് ഫുൾ പോയി. എനിക്ക് ഇമ്പോസ്റ്റർ ആണ് കേസ് കിട്ടിയത്. ഇത് കാറായിരുന്നു ഉദ്ദേശിച്ചത്. അതെ, ഓ എനിക്ക് വയ്യ. എന്റെ ജാമ്യ അങ്ങനെയൊക്കെ 3 തവണ ആക്കിയത്. ഇതുകൊണ്ട് കാര്യമില്ല. അത് എനിക്ക് മനസ്സിലായി. ഒരേപോലെ എണ്ണീറ്റ് കൊടുക്കുന്നു. ഒരാൾക്ക് കൂടിയ കുറഞ്ഞെന്നുള്ള പ്രശ്നമാവരുത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ലോ. ഞാൻ ഒരു എക്സാമ്പിൾ ആദ്യമേ മനസ്സിലായി. ഞാൻ ഒരു സംഭവം പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച ആകെ ഒരു കാര്യമാണ്. ഇതിന്റെ ചോട പിടിച്ചിട്ടതാണെന്നല്ല എനിക്ക് അപ്പോഴേ തോന്നി. ഈ വട്ടിട്ടു, പക്ഷെ അതിന്റെ മോളൊരു വട്ടിടാന്നുള്ളത് ഞാൻ വെറുതെ ഒരു ഓവർ കോൺഫിഡൻസിൽ ചെയ്തതാ. അത് ഇട്ടതുകൊണ്ട് ബാക്കി കണക്ട് ചെയ്ത് എനിക്ക് കിട്ടി. ഞാൻ ഈ ഒരു കാറല്ല, ഇപ്പൊ ശ്രീ ഒരു ചെറിയ വട്ടായിട്ടാണ്. അപ്പൊ എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് വെച്ചു. പക്ഷെ എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ലേ. ഞാൻ പോകെ എനിക്ക് തോന്നി ശ്രീ ആണ്. സാരല്ല, എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ. അടുത്ത റൗണ്ടിലോട്ട് പോവാം. അടുത്തത് 5 എടുക്കണ്ടേ? ഞാൻ എടുക്കാം. ഓക്കെ, ഞാൻ ഇമ്പോസ്റ്റർ വേണ്ട. ആഗ്രഹം. ഞാൻ ഇപ്പോൾ തുറക്കുന്നേ വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കൂല. ഇപ്രാവശ്യം ഇമ്പോസ്റ്ററിനെ പിടിച്ചു തുടങ്ങും. അതെ. ഓഹോ, നമുക്ക് വരട്ടെ.
ഓ തുടങ്ങ്. അങ്ങനെ ആലോചിക്കട്ടെ, എന്ത് ചെയ്താൽ എന്താവും? വലിയ ബുദ്ധി ഒന്നും ആരും ഇവിടെ ഉപയോഗിക്കണ്ടേ. ബുദ്ധി ഉപയോഗിക്കുമ്പോ ഒന്നും കിട്ടാതെ ആവാണ് ചെയ്യാ. ഇതെന്താ കുറച്ചൊക്കെ വരട്ട് കളിക്കും. അതൊക്കെ ഓരോരോ ബുദ്ധിയാണ് guys. അപ്പൊ ബുദ്ധി പ്രയോഗിക്കരുത്. ബുദ്ധി പ്രയോഗിക്കരുത് അല്ലേ? വേണ്ട, ഇനി ഇങ്ങനെ വരട്ട് 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 പോവാനല്ലേ വേണ്ട. എന്തേ വരട്ടോണ്ടിരിക്ക? എന്താ ഓ നല്ല കളറല്ലേ? എങ്ങനെയാണ്? ഡെക്കറേഷനാ? അതെ, പൂക്കളം വരച്ചിട്ടുണ്ട് guys. ഓക്കെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? ആയോ? ആയില്ല. ആയില്ല. 3 റൗണ്ട് കഴിഞ്ഞു, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ കുറച്ച് സമയം ആ, വേണം. കുറച്ചും കൂടെ. ആ, 5. എന്താ ചെയ്യും? ഓക്കെ കഴിഞ്ഞ ആ വോട്ടിംഗ് തുടങ്ങാം. ഓക്കെ, ഇതെന്താ? ആരൊക്കെ എന്തൊക്കെ വരച്ചു? ഞാൻ ആരൊക്കെ എന്തൊക്കെ വരച്ചു എന്നുള്ള ആലോചനയില്ല. റൂംമേറ്റ് ഞാൻ തന്നെയാണോ അല്ലേ എന്നൊക്കെ നോക്കുക. ഓക്കെ തുടങ്ങാം. ആ ഈശ്വര. ഓക്കെ 3 2 1 ഗോ. Again. ഞാനിവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം. പക്ഷെ ഇവളാണ് ഞാൻ സത്യമായിട്ട് എനിക്ക് എവിടേക്കോ കിളി പോയി. പക്ഷെ ഇതിങ്ങനെ വരച്ച് നീട്ടി കളിച്ച് എനിക്ക് എവിടെയോ കളക്ഷൻ പോയതാ. ഞാൻ വെറുതെ വരച്ചു നോക്കിയതാ guys. ഇങ്ങനെ വരട്ടി ഇപ്പുറത്തൊരു സാരട്ടി വെറുതെ. പിന്നെ എനിക്ക് മനസ്സിലായി ഈ വട്ടണ്ടപ്പ ആ ചില്ലാണ്, മറ്റേ ഇതിന്റെ ഉള്ളിലുള്ള ആ ചില്ലാ നോക്കുന്നത്. ഈ വര ഇങ്ങനെ ലൈനായിട്ട് ഇട്ടല്ലോ, അതിന് ശേഷം പിന്നെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. അപ്പൊ ഞാനിവിടെ വരച്ചു. അല്ല, ഞാൻ പറയട്ടെ, ഈ ലൈൻ എല്ലാരും വരച്ചു. ഈ 3 ലൈൻ വരച്ചതിന് ശേഷം പിന്നെ 5 ഇവിടുന്ന് ഇടുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാ. അപ്പൊ ഇതിപ്പോ ഞങ്ങൾക്ക് കിട്ടിയ ഷിപ്പാണ്. ആ ഷിപ്പാണ് അറിയാതെ അങ്ങനെ വരയ്ക്കൂലല്ലോ. അപ്പൊ 5 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ ഒരു സാധനം വരച്ചല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച ഷിപ്പാണ്. ഞാൻ പിന്നെ ഇവിടെ വരട്ട് പോയി കഴിഞ്ഞാൽ ഇവര് എന്നെ പിടിക്കും. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റും. അപ്പൊ ഞാൻ വെറുതെ ഒരു സാധനം ഇട്ടേ. പിന്നെ എനിക്ക് ഈ ഗ്ലാസ് വന്നപ്പോ എനിക്ക് ഐഡിയ ആയപ്പോ ഞാൻ ഏത് ഗ്ലാസ്? ഈ സാധനം. അത് ഗ്ലാസ് അല്ല, ഞാൻ മറ്റേ സാധനം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എയറിൽ വരച്ചപ്പോഴാണ് ഞാൻ ശ്രീന്റെ ഡൗട്ട് അടിച്ചത്. എന്താ സംഭവം അറിയോ? ഞാൻ വിചാരിച്ച ഷിപ്പിന്റെ ഉള്ളിൽ നമുക്ക് പുറത്തേക്ക് നോക്കാനുള്ള ഒരു ഗ്ലാസ് പോലെ ഉണ്ടല്ലോ. അല്ല, അത് ഞാൻ ആദ്യം ആക്കാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ആക്കിയത്. പിന്നെ എനിക്ക് എന്താണ് അത് വേറെ ഇവിടെ ഒരു കണക്ഷൻ വന്നപ്പോ പിന്നെ അത് ജോയിന്റ് ചെയ്യാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ചങ്ങലൊക്കെ ഇവിടെ കൊടുത്ത് എനിക്കതൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നി ഇവിടെ ഒരു പില്ലർ വരച്ച് അവൻ എന്നെ കണ്ടുപിടിക്കൂല. കാര്യം ആ പുക പോകുന്ന സാധനമാണ്. അതെനിക്ക് അറിയാതെ ഞാനത് വരയ്ക്കൂല എന്ന് ഇവര് ചിന്തിക്കുന്നുള്ളതാണ് ഞാനത് അവിടെ വരച്ചു. ഞാൻ ഇത് വരച്ചപ്പോ ഞാൻ കൺഫേം ആക്കി 5 അല്ല 5 ക്രൂമേറ്റ് ആന്നുള്ളത്. ആ ശ്രീ ഈ ഒരു സാധനം ഇവിടെ കൊണ്ട് വരയ്ക്കുന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഇവിടെ വരച്ച എന്തായാലും സാധനം മനസ്സിലാവുന്നുള്ള എനിക്കറിയാം. കാരണം ഓൾറെഡി ഇവിടത്തെ ഒക്കെ ഞാൻ കൺഫ്യൂഷൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റണ്ട്. ഞാൻ ശ്രീനെ കാണിച്ച എന്താ വെച്ചാല് ഈ ചങ്ങലയൊക്കെ ആവുന്ന സമയത്ത് ഇവള് ഡൗട്ട് അടിച്ചുണ്ടാവുമായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ ഓളെ കാണിച്ചത്. എന്തായാലും സാധനം വർക്കൗട്ട് ആയി. എനിക്ക് അതിനുള്ള അവസരം വന്നിരിക്കുകയാണ്. ശ്രീ ആരാ ചൂണ്ടിയത്? ഞാൻ ഓളെ അല്ല അന്നെ സംശയിച്ചിട്ടില്ല.
നല്ലൊരു പൂവായിരിക്കും അത്. എന്നാ മറന്നുപോയി. ഏകദേശം കറക്റ്റാ തോന്നുന്നു. പക്ഷെ ഇത് correct ആയിട്ട് move ചെയ്തു. അങ്ങനെ guys, നമ്മള് എല്ലാ റൗണ്ടിലും തീർന്നപ്പോ ഞാൻ പൊട്ടി പാളിസായവരെല്ലാരും പൊട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ജയിച്ച 5 5 ഇമ്പോസ്റ്റർ ആയിരുന്നു, 5നെ പിടിക്കാൻ പറ്റില്ല. അതെ 5. പക്ഷെ ഞാൻ വിചാരിച്ചത് മൂന്ന് പേരല്ലേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പണി കിട്ടി ഇമ്പോസ്റ്ററിനാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് imposter അല്ല. 3 തവണ എസ്കേപ്പ് ആയി, ശ്രീ 2 തവണ ഇമ്പോസ്റ്ററിന് എസ്കേപ്പ് ആയി. ഞാൻ പിന്നെ എസ്കേപ്പ് ആറില്ലല്ലോ. പക്ഷെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അതിങ്ങനെ വരച്ചു തരുന്ന സമയത്ത് അറിയുന്നവർക്ക് അതിന്റെ ഒരു ക്യൂരിയോസിറ്റി, അടുത്തത് വരെ എന്തായിരിക്കും വരയ്ക്കാൻ അറിയാത്തവർ ആ ഒരു വേദനയിൽ ഇരിക്കുന്നു. അതെ, ഇതിപ്പോ ഇപ്പൊ നമ്മള് ക്രൂമേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ ഏതാ ക്രൂമേറ്റ് എന്ന് കണ്ടുപിടിക്കാൻ ആരാന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ചിലപ്പോ പകുതിക്ക് ഇമ്പോസ്റ്റർ മനസ്സിലായി ഉണ്ടാവും. മൂന്നാളേ ഉള്ളൂ. പക്ഷെ എന്നാലും വരയ്ക്കാൻ അതിന് മാത്രം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പിടിക്കാനും പറ്റില്ല. അതെ, വളരെ 6 പേരെ വെച്ച് ചെയ്യണം. അതാവുമ്പോ കുറച്ചുകൂടി രസമാവും. അല്ലെങ്കിൽ ഞാനൊന്ന് എസ്കേപ്പ് ആയാൽ മതിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. സബ്സ്ക്രൈബ് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിന്റെ കൂടെ എന്തായാലും ട്രൈ ചെയ്തൊക്കെ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shabia. ചെയ്യാം. signing off.